മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി അടുത്ത തവണ കേരളം ഭരിക്കും. അങ്ങനെ സാധ്യത എന്താ സാധിക്കാത്തത്? വലിയ കക്ഷി എപ്പോഴും കോൺഗ്രസ് ആയിരിക്കും. കോൺഗ്രസിന് ഇപ്പോൾ എത്ര സീറ്റുണ്ട്? 21 സീറ്റ് ഉണ്ടാവും. 21 സീറ്റ്. ലീഗിന് എത്രയുണ്ട്? 15 സീറ്റ് ഉണ്ടാവും. 15 സീറ്റ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടി അല്ലേ? അതെ. അവിടെയൊക്കെ മത്സരിച്ചിട്ട് കിട്ടിയത് 21 സീറ്റ്. അതെ. ലീഗ് എന്ന് പറഞ്ഞാൽ മിക്കവാറും എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, പിന്നെ അങ്ങോട്ട് പോയാൽ മലബാർ, കോഴിക്കോട് ആ മേഖലയിൽ മാത്രമുള്ള പാർട്ടി 15 സീറ്റ്. ആരാണ് കൂടുതൽ ശേഷിയുള്ള പാർട്ടി? അങ്ങനെ ചോദിച്ചാൽ കൺഫ്യൂഷനല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. കാരണം മുസ്ലിം ലീഗ് പതുക്കെ സ്ട്രെച്ച് ചെയ്ത് അവർ ഓൾ കേരള പാർട്ടി എന്ന് ഭാവിക്കാനും അവർക്ക് എല്ലായിടത്തു നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സീറ്റ് കിട്ടുമെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇപ്പോൾ നമ്മൾ ഈ അയ്യപ്പൻ്റെ പേരും ശബരിമല അയ്യപ്പ സംഗമം അത് ഇതെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഹിന്ദു വോട്ട് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു വലിയ നീക്കം CPM മുന്നണി നടത്തുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഹിന്ദു സംഘടനകളും BJPയും ശ്രമിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ BJP ക്രിസ്ത്യൻ വോട്ടുകളിലൂടെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് വളരെ വൈസായി നിശബ്ദം നീക്കുന്ന നീക്കങ്ങൾ കാര്യമായി ശ്രദ്ധിക്കപ്പെടുന്നില്ല. നോക്കൂ, ഞാനൊരു 4 മണ്ഡലങ്ങളുടെ കാര്യം പറയാം. വർക്കല, വാമനപുരം, നെടുമങ്ങാട്, തിരുവനന്തപുരം. മുസ്ലിം ലീഗിന് വല്ല സാധ്യതയുള്ള സീറ്റുകളാണോ? അല്ല. എന്നാര് പറഞ്ഞു? മുസ്ലിം ലീഗ് ഈ 4 സീറ്റുകൾ ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ 4 സീറ്റ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായിട്ട് 4 സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്നു. എറണാകുളത്ത് ഇപ്പോൾ കളമശ്ശേരിയുണ്ട്. അതിന് പുറമെ എറണാകുളത്തും സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടും. ലീഗ് ആവശ്യപ്പെടുമെന്ന് മാത്രമല്ല, മുസ്ലിം ഡൊമിനേഷനുള്ള മണ്ഡലങ്ങൾ എറണാകുളത്തും ഉണ്ട്. കളമശ്ശേരി ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമൊന്നും അല്ല. കളമശ്ശേരി ഹിന്ദു ഭൂരിപക്ഷമുള്ള സീറ്റാണ്. പക്ഷേ കാലങ്ങളായി ഏത് മുന്നണി, ഇടതുപക്ഷവും വലതുപക്ഷവും ഇങ്ങനെ ലീഗിന് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് മുസ്ലിം സീറ്റ് എന്നുള്ള പേര് വന്ന രാജീവ് ഇത്തവണ വന്നിട്ട് അത് തിരുത്തി കുറിച്ചു. രാജീവിന് ഹിന്ദു വോട്ടുകൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ 4 സീറ്റുകൾ ഇപ്പോൾ വർക്കല എന്തായാലും തങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്ന് കടുത്ത ഡിമാൻഡിലാണ് ലീഗ്. കാരണം ഞങ്ങൾക്കൊരു പാൻ കേരള, അങ്ങനെ പറയാമോ, കേരളം മുഴുവൻ സ്വാധീനമുള്ള വേരുകളുള്ള പാർട്ടി, എല്ലായിടത്തു നിന്നും പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിലേക്ക് മാറണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്ന ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണ്. അപ്പോൾ അയ്യപ്പൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് നടക്കുമ്പോൾ ഇടതുപക്ഷം ഓർക്കുന്നില്ല, BJPയും ഓർക്കുന്നില്ല. ലീഗ് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടുമെന്നൊരു വികാരം പൊതുവിൽ UDFനുണ്ട്. അങ്ങനെ ഭരണം കിട്ടിയാൽ ഇപ്പോൾ ഈ അടുത്ത തവണ കോൺഗ്രസ്സിന് 21 സീറ്റ് കിട്ടുള്ളൂ, ലീഗിന് 15 കിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് 15ൻ്റെ കൂടെ ഒരു 10 സീറ്റ് മിനിമം അധികം ലീഗിന് കിട്ടാൻ സാധ്യതയുണ്ട്. 10 സീറ്റോ? ലീഗും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ വ്യത്യാസമില്ലാതെ വരാം. ലീഗിന് കോൺഗ്രസിനൊക്കെ കൂടുതൽ സീറ്റ് കിട്ടിയെന്നും വരാം. അങ്ങനെ സംഭവിക്കുമ്പോൾ 70 സീറ്റ്, 70 എന്നുള്ള മാജിക് നമ്പർ കടക്കാൻ UDFന് കഴിഞ്ഞാൽ ഒരു തർക്കവുമില്ല. ഒന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി, ലീഗിൻ്റെ ഉപമുഖ്യമന്ത്രി. ലീഗ് ആഭ്യന്തരം, ധനകാര്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വകുപ്പ്, വ്യവസായം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആവശ്യപ്പെടും. അല്ല എങ്കിൽ ടേം വെച്ചിട്ട് കർണാടക മോഡൽ 2 പ്രാവശ്യം മാറി ടേം വെച്ച് ഭരണം ആവശ്യപ്പെടും. എന്തായാലും ലീഗിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കേരളത്തിലേക്ക് വരും UDF അധികാരത്തിൽ വന്ന. ഇനി UDFന് അധികാരം കിട്ടിയെന്നിരിക്കട്ടെ, മുഖ്യമന്ത്രി ലീഗിൻ്റെ അല്ലെങ്കിൽ പോലും ലീഗ് വരച്ച വരയിലായിരിക്കും കേരളത്തിൽ ഭരണം നടക്കാൻ പോകുന്നത്. ഒരു തർക്കവുമില്ല. അങ്ങനെ ലീഗ് വരയ്ക്കുന്ന വരയിൽ ഒതുങ്ങി വരയ്ക്കുള്ളിൽ, ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നിന്ന് കോൺഗ്രസ്സിന് ഭരിക്കേണ്ടി വന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ ഒരു പ്രത്യേക സമുദായത്തിന് ഗുണമുണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുണ്ടാവും. ഓർക്കുന്നുണ്ടോ, ഗംഗ എന്നു പേരുള്ള വീട്ടിൽ ഞാൻ താമസിക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. അതെ. ഗംഗ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തൂടെ ഒഴുകുന്ന ഒരു വലിയ മഹാനദിയാണ്. ആ നദിയുടെ പേര് പോലും എനിക്ക് വർജ്യമാണ് എന്ന് പറയുന്ന ഒരാൾ, ഞാൻ പൊതുചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തില്ല എന്ന് പറയുന്ന മന്ത്രിമാർ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കമ്മ്യൂണലായിട്ടുള്ള ഒരു സർക്കാരായിരിക്കും UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. പക്ഷേ പിണറായി വിജയൻ ഇന്നലെ അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങി. അപ്പോൾ വ്യത്യാസം നോക്കണം. കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം BJP സർക്കാർ അധികാരത്തിൽ വരുന്നതാണ്. BJPക്ക് പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളത് കേരളത്തിലെ ഹിന്ദുക്കളുടെ വിലപേശൽ ശക്തി കൂട്ടും. ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കുമ്പോൾ 10-12 സീറ്റുകളിൽ
അവകാശം BJPക്ക് വിജയിക്കാവുന്ന സാധ്യതയുണ്ട്. ആ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഹിന്ദുക്കൾ ഇന്ന് നേരിടുന്ന അവഗണന, നീതി നിഷേധമൊക്കെ പരിഹരിക്കാൻ കഴിയും. പക്ഷേ അതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട എൻ്റെ അഭിപ്രായമാണ്, മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖ്യമന്ത്രിയോ മുസ്ലിം ലീഗിൻ്റെ നിർണായക സ്വാധീനമുള്ള ഒരു ഭരണമോ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് എത്രത്തോളം ഗുണകരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരം വെസ്റ്റിൽ പണ്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. 1982 മുഹമ്മദ് ഖണ്ഡ് ജയിച്ചിട്ടുണ്ട്. കാരണം ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നിന്ന് ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് ലീഗ് മത്സരിച്ചിട്ടുണ്ട്. 1967 MH സാഹിബ് ജയിച്ചിട്ടുണ്ട്. 87, 97, 6 വർഷങ്ങളിലും കഴക്കൂട്ടം ലീഗിന് കൊടുത്തിട്ടുണ്ട്. ലീഗ് തോറ്റുപോയി. ഇനി കൊല്ലത്ത് ഇരവിപുരം സീറ്റ് ലീഗിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളി പോലെയുള്ള മണ്ഡലങ്ങളിൽ ലീഗിന് സ്വാധീനമുണ്ട്. അപ്പോൾ ലീഗിനല്ല, മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളൊക്കെ തങ്ങൾക്ക് വേണമെന്നുള്ള ഒരാവശ്യവുമായിട്ട് മലപ്പുറം പാർട്ടി എന്നുള്ള ഇമേജിൽ നിന്ന് മാറിയിട്ട് കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നൊരു പാർട്ടിയായി ലീഗ് മാറാൻ പോവുക. ലീഗിൻ്റെ ലക്ഷ്യം ഒരു സംശയവുമില്ല, കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കുക. അപ്പോൾ ഇരവിപുരം സീറ്റ് 2016 RSPക്ക് കൊടുത്തു. പുനലൂർ മത്സരിച്ചിട്ടുണ്ട് ലീഗ്, തോറ്റുപോയിട്ടുണ്ട്. 2021 തോറ്റു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് വർക്കല, വാമനപുരം, നെടുമങ്ങാട്, തിരുവനന്തപുരം ഈ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. വർക്കലയിൽ അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ ശിവേരി മഠമൊക്കെ ഇരിക്കുന്ന വർക്കലയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന ന്യൂനപക്ഷ സ്വാധീനമുണ്ട് എന്ന് ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു. അത് ശരിയായിരിക്കും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് വർക്കല കഹാർ വിമതനായിട്ട് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. കോൺഗ്രസിൽ നിന്ന് വിമതനായിട്ട് മത്സരിച്ചിട്ട് അവിടെ നിന്ന് കഹാറിന് ഒരു വ്യക്തിപരമായി അദ്ദേഹം വളരെ പോപ്പുലറായിരുന്നു. പക്ഷേ എങ്കിലും കോൺഗ്രസിനോട് ഏറ്റുമുട്ടിയ ഒരു വിമതൻ MLA ആയിട്ട് വരിക. കോൺഗ്രസിൽ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക്, ഇപ്പോൾ കേരളത്തിൽ പത്തനംതിട്ടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. എന്താ KK മറന്നുപോയി, KK നായർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കാരണം ആളുകൾക്ക് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഉള്ള അതേ ഇമേജ്, പാർട്ടിക്ക് ഇമേജ് ഉണ്ടാവുന്നത് ആ വ്യക്തി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ള ചില നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം കേരളത്തിൽ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൊക്കെ, തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ കൊടുത്ത മണ്ഡലങ്ങളിൽ ലീഗ് ജയിച്ചത് ഹിന്ദു വോട്ടുകൾ കിട്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഹിന്ദു വോട്ടുകൾ ഇപ്പോൾ വേണ്ട, വർക്കലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വോട്ടുണ്ട്. ഈ ബാക്കി വാമനപുരത്തും നെടുമങ്ങാടും തിരുവനന്തപുരത്തും ജയിക്കാൻ പറ്റുന്ന വോട്ടുകൾ ഞങ്ങൾക്കുണ്ട് എന്ന് ലീഗ് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു സൂചനയാണ്. കേരള ഭരണം ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കയ്യിലേക്ക് വരണം. ഇപ്പം തന്നെ ഞങ്ങൾ 35% ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന 35% ഉള്ള ഞങ്ങൾക്ക് കേരളത്തിൽ 35 സീറ്റുകൾക്ക് അർഹതയുണ്ട് എന്ന തരത്തിലേക്ക് ലീഗ് ചിന്തിക്കുന്നുണ്ട്. ആനുപാതിക പ്രാതിനിധ്യം വേണം. 35% കേരളത്തിലുള്ള നിയമസഭാ സീറ്റുകളിൽ 35 സീറ്റ് കിട്ടിയാൽ, സുരേന്ദ്രൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, 30 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു കളിയായി, പിന്നെ 30 സീറ്റ് കിട്ടിയാൽ 140 സീറ്റാണ് ഉള്ളത്, അതിൽ 30 സീറ്റ് കിട്ടിയാൽ ഇപ്പോൾ അങ്ങ് ജയിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ്, കണക്കറിയാത്തതുകൊണ്ടാണ്. 30 സീറ്റ് ഉള്ള ഒരു പാർട്ടിയുടെ കൂടെ ചെറിയ പാർട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. 35 സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ലീഗ് അടുക്കുകയാണ്. 35 സീറ്റ് ജയിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ്. അത് വലിയ മാറ്റമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഉപരിപ്ലവമായി ചില വാഗ്വാദങ്ങൾ, അയ്യപ്പ സംഗമം, അത് ബദൽ സംഗമം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ നിശബ്ദമായി നടക്കുന്ന ഒരു ഡൊമിനേഷനുണ്ട്, അല്ലേ? ഒരു അടിയൊഴുക്ക്. ഇത് കാണുന്നില്ല. ഇത് കാണണം. കേരളത്തിലെ ഇടതുപക്ഷവും കാണണം, BJPയും കാണണം. എനിക്ക് തോന്നുന്നു എനിക്കിപ്പം BJP ഇന്നലെ ഇപ്പോൾ പന്തളത്തെ അയ്യപ്പ സംഗമത്തിൽ അണ്ണാമല ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞെന്നറിയോ, ഇയാൾ പിണറായി വിജയൻ പറയുന്ന അയ്യപ്പ ഭക്തി ആത്മാർത്ഥമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കണം. 2, സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് പിൻവലിക്കണം, സത്യവാങ്മൂലം പിൻവലിക്കണം, സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാന്നുള്ളത്. അപ്പോൾ അതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഗോവിന്ദനും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായി എനിക്ക് തോന്നുന്നത് പന്തളത്തെ അയ്യപ്പ സംഗമം 2 ഡിമാൻഡുകളാണ് മുന്നോട്ട് വെക്കുന്നത്. SJR കുമാർ, K സുരേന്ദ്രൻ, ശശികല ടീച്ചർ, ഡോക്ടർ KS രാധാകൃഷ്ണൻ തുടങ്ങിയുള്ള ആളുകൾക്കൊക്കെ എതിരെടുത്തിട്ടുള്ള 100 കണക്കിന് കേസുകളുണ്ടോ. പിന്നെ പാവപ്പെട്ട ഒരുപാട് പേരുണ്ട്. 2 പേർ രക്തസാക്ഷികളായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തൊക്കെയാണോ ഹിന്ദു കാർഡ് കളിക്കാൻ CPM തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ പന്തളം കൊട്ടാരത്തിലേക്ക് പിണറായി വിജയൻ ഒന്ന് പോട്ടെ.
വലിയ മാറ്റം ഉണ്ടാവും. ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം പിണറായി വിജയന് കിട്ടിയില്ലേ, ഒരു മെമൻറ്റോ പോലെ. ആ അയ്യപ്പൻ്റെ വിഗ്രഹം പിണറായി പാർട്ടി ഓഫീസിൽ വെക്കോ, അതോ വഴി കളയോ, ആർക്കെങ്കിലും കൊടുത്തോ, എന്ത് ചെയ്തു അറിയില്ല. വളരെ ആലോചിക്കേണ്ടത്. ഞാൻ കരുതുന്നത് പിണറായി വളരെ ഭദ്രമായി ക്ലിഫ് ഹൗസിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ഒരു സ്ഥലത്ത് ഭദ്രമായി വെച്ചിട്ടുണ്ടാവാം, വിശ്വാസത്തോടെ വെച്ചിട്ടുണ്ടാവാം. അത് വഴികളയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്ന് പറ്റിയത് തെറ്റ് എന്ന് സമ്മതിക്കുക. രണ്ട്, ഈ അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കുക, സത്യവാങ്മൂലം പിൻവലിക്കുക. പിന്നെ ഈ കേസുകൾ പിൻവലിക്കുക കൂടി ചെയ്താൽ ഒരു സംശയം വേണ്ട, കേരളത്തിൽ അയ്യപ്പ വിശ്വാസികളുടെ അനുഭാവം ഇടതുപക്ഷത്തിന് കിട്ടും. അതല്ലേ ഇന്നലെ അയ്യപ്പ സംഗമത്തിൽ പൊതുവെ ഉയർന്ന ആവശ്യം. ഇതൊക്കെ ചെയ്യാതെ നിങ്ങൾ അയ്യപ്പനെ സംരക്ഷിക്കും, ശബരിമല സംരക്ഷിക്കാറ്. ശബരിമല സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നൂറുകണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത്, അല്ലേ? അത് പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അയ്യപ്പനെ കച്ചവടത്തിരക്കാരാണെങ്കിൽ നിർഭാഗ്യകരം, നിങ്ങളുടെ വിധി അധോഗതിയാണ് എന്ന് ഇന്നലെ പന്തളത്ത് അയ്യപ്പ സംഗമം പറയുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ പറയുന്ന ഹിന്ദു ഒരു ശാക്തീകരണം ലക്ഷ്യമാക്കുന്ന ആളുകൾ ഇത് കാണേണ്ടതുണ്ട്. അത് BJPക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ മാത്രമല്ല, കോൺഗ്രസിലും CPMലുള്ള ഹിന്ദുക്കൾ തിരിച്ചറിയണം. മുസ്ലിം ലീഗ് പതുക്കെ അതിൻ്റെ ചിറകുകൾ വിരിക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലും, എല്ലാ ജില്ലകളിലും, ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ തങ്ങൾക്ക് സീറ്റുകൾ വേണമെന്നും ആ സീറ്റുകൾ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ സുരേഷ് ഗോപി കുറച്ച് വോട്ടർമാരെ കൊണ്ട് തൃശ്ശൂർ ചേർത്ത് വോട്ട് ചെയ്യിച്ചു എന്നൊക്കെ ഒരു അലിഗേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറക്കെ പറയാത്തത്? സുരേഷ് ഗോപി അങ്ങനെ ചെയ്തുവെങ്കിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നൂറുകണക്കിന് മുസ്ലിം വാടകക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും വിജയം നിശ്ചയിക്കുന്ന 2000-3000 വോട്ടിനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 500 പേർ ഒരു മണ്ഡലത്തിലേക്ക് പല ജോലികളുടെ ഭാഗമായി ജോലികൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഞാൻ അടിവരയിട്ട് പറയാം, വന്ന് താമസിച്ചാൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ അവർ പേര് ചേർക്കത്തില്ലേ? കേരളത്തിൽ നിശബ്ദം നടക്കുന്നുണ്ട്. പാലാ മണ്ഡലത്തിൽ ഞാൻ ഉദാഹരണം പറയാം, പാലായിൽ കേരളത്തിൽ മുസ്ലിമുകളോ മുസ്ലിം പള്ളിയോ ഇല്ലാതിരുന്ന പാലായിൽ ഇന്ന് ഏതാണ്ട് 2000-ത്തിനടുത്ത് മുസ്ലിം വോട്ടർമാർ വന്ന് താമസിക്കുന്നുണ്ട്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ ചേരും. ഇത് കേരളത്തിൽ മുഴുവൻ നടക്കുന്നുണ്ട്. ഇത് പറയുന്ന വർഗീയതയല്ല. ഡെമോഗ്രാഫി വെച്ചൊരു കളി വളരെ വിദഗ്ധമായി ചതുരംഗക്കളി പോലെ, ചെസ്സ് കളിക്കുന്ന പോലെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട്. ഇത് ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് മിണ്ടാൻ പേടിക്കുക. UDF അറിയുന്നുണ്ട്, UDF ഉള്ളിൽ ചിരിക്കുകയാണ്. കാരണം അത് തങ്ങൾക്കുള്ള വോട്ടാണ്. ലീഗിനുള്ള വോട്ടെന്ന് പറഞ്ഞാൽ UDFനുള്ള വോട്ടാണ്. പക്ഷേ BJPയും അത് തിരിച്ചറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. കേരളത്തിൽ ഭരണം പിടിക്കാൻ മുസ്ലിം ലീഗ് വളരെ സമർത്ഥമായി കരുക്കൾ നീക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.